ഹലോ ഫ്രണ്ട്സ്, എറിംജി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ സൺഡേ ഫണ്ടേ ആക്കാനായിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് മീൻമുട്ടി കിടന്ന് ആർമാച്ചതിന് ശേഷം ഞങ്ങൾ നേരെ മീൻമുട്ടി വന്നാൽ നമ്മൾ പിന്നെ എന്തായാലും പൊന്മുടി പോകണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ നേരെ പൊന്മുടിയിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ പൊന്മുടിയിലേക്ക് നമുക്ക് കുറച്ച് ഹെയർ പിന്നുകളും കാര്യങ്ങളും 20ഓളം ഹെയർ പിന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ കയറുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ഹെയർ പിന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് വലതുവശത്തായിട്ട് നല്ല രീതിയിൽ നമുക്ക് മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ പൊന്മുടിയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഞങ്ങളങ്ങനെ വണ്ടിയിൽ എങ്ങനെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇടതും വലതുമായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ പൊന്മുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലതുവശത്തായിട്ട് നല്ല രീതിയിൽ നമുക്ക് പൊന്മുടി കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പൊന്മുടി ചെല്ലുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ചാറ്റൽ മഴ നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാറ്റൽ മഴ നമുക്ക് മണ്ടയ്ക്ക് എന്നിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മിസ്റ്റ് കിട്ടും. അതായത് മൂടൽമഞ്ഞണിഞ്ഞ പൊന്മുടിയെ നമുക്ക് നല്ല രീതിയിൽ കാണാനും ആസ്വദിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, ഈശ്വരാ മഴ പെയ്യണമെന്ന്. പക്ഷേ മണ്ടയ്ക്കോട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്യുന്ന ലക്ഷണമാണ് കണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാൻ പോലും പറ്റത്തില്ല. അതായത് നമുക്ക് മൊത്തം പാറകളും കുന്നുകളും ഒക്കെ ആണല്ലോ, അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല, നമ്മൾ സ്ലിപ്പാവും. ഈശ്വര അങ്ങനെ വലിയ മഴ പെയ്യല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ചെറിയ മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണല്ലോ. നമ്മളിങ്ങനെ പോകുന്ന വഴി നമുക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ ഇവിടെ തേയിലത്തോട്ടങ്ങളൊന്നും ഇല്ലാത്തതെന്ന്. അപ്പോഴാണ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്, പണ്ട് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ഇവിടെ തേയിലക്കൃഷി ഇവിടെ നടത്താൻ തീരുമാനിച്ചെങ്കിലും ഇവിടുത്തെ മണ്ണ് അനുയോജ്യമല്ലാത്തതുകൊണ്ട് അത് നടന്നില്ല. അതുകൊണ്ട് തേയിലക്കൃഷി മിഷൻ അബോട്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ചെറിയ ചാറ്റൽ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. ആ മിസ്റ്റൊക്കെ മാറി എൻ്റെ പൊന്നു മോനെ നോക്കണം, നല്ല രസമാണ് കേട്ടോ. ഞാൻ ആഗ്രഹിച്ചു പോയി, ഈശ്വര ഈ സമയത്ത് അങ്ങ് എത്താൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ നമ്മൾ ഇനിയും കുറേ ഓടിക്കണം. അപ്പം നമ്മൾ ഹെയർ പിന്നുകളൊക്കെ കയറുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സാവധാനം മാത്രമേ വണ്ടി ഓടിക്കാവൂ. ആവേശം ഒന്നിനും ഒരു പരിഹാരമല്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങനെ പൊന്മുടി നോക്കി കൊതിയും ഇട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി നമുക്ക് വേണേൽ ചായ കുടിക്കാം. പിന്നെ അവിടെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, വേണേൽ നമുക്കത് കഴിക്കാം. പിന്നെ ഞങ്ങൾ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ വന്ന വഴിയൊക്കെ ഇങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കിയപ്പോൾ നല്ല രസം. ചെറിയ ഉറുമ്പെഴുതുന്നതുകൊണ്ട് വലിയ വണ്ടികളൊക്കെ വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പൊന്മുടിയാണ് നല്ല രീതിയിൽ മഞ്ഞണിഞ്ഞ് നിൽക്കുക. അപ്പം നമുക്ക് ഈ സമയത്തായിരുന്നു നമ്മളവിടെ എത്തേണ്ടിയിരുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ സെക്ഷൻ ഓഫീസിൽ വന്നു. സെക്ഷൻ ഓഫീസിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എന്തെടുക്കണം, പാസ് എടുക്കണം. നമുക്ക് 2 പാസ്സാണ് എടുക്കേണ്ടത്, 2 അല്ല 1 പാസ് എടുക്കണം. ഈ പാസ് എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് ഈ പാസ് അവിടെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പൊന്മുടി കയറേണ്ടത്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഒരുപാട് സീനറീസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊരു ചെറിയ തേയിലത്തോട്ടമാണ് കേട്ടോ, ഒരു ചെറിയ തേയിലത്തോട്ടമാണ്. അതിൻ്റെ നടുക്കൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ റോഡൊക്കെ നല്ല റോഡായിരുന്നു കേട്ടോ, നമുക്ക് കയറി പോകാനും വരാനും എല്ലാം നല്ല റോഡും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റുകളെ ഇത് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ദൂരേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ പ്ലാന്റേഷൻസോ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും, എന്തോന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് വെറുതെ നമ്മളൊന്നും പറഞ്ഞ് അളിയുന്നില്ല. അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പൊന്മുടിയിലേക്ക് നല്ല രീതിയിൽ മേഘമൊക്കെ അങ്ങോട്ട് ഇരുണ്ട് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമുക്ക് ചെറിയ മഴ കിട്ടും, നമ്മുടെ സമയം മോശമാണെങ്കിൽ നമുക്ക് നല്ല മഴ കിട്ടും, ചിലപ്പോൾ നമുക്ക് മഴ കിട്ടത്തില്ല. ഒരു ചെറിയ ചാറ്റൽ മഴയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം വേണം നിങ്ങൾ പൊന്മുടിയിലേക്ക് കയറാൻ. നല്ല നല്ല വിഷ്വൽസൊക്കെ തരാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയൊക്കെ ഒരുപാട് കുളിർമ നൽകാൻ സാധിക്കുന്ന ഒരുപാട് കാഴ്ചകൾ അല്ലെങ്കിൽ സീനറീസൊക്കെ കണ്ട് നമുക്കിങ്ങനെ പെയ്യനെ നമുക്ക് കയറി ഇങ്ങനെ പോകാൻ പറ്റും. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട എന്നീ ജില്ലയിൽ കിടക്കുന്ന എല്ലാവർക്കും പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു 1 ഡേ ട്രിപ്പാണ് മീൻമുട്ടി അതുപോലെ പൊന്മുടി എന്ന് പറയുന്നത്. പൊന്മുടി നമ്മൾ എന്തായാലും ഒരു 1 ടൈം വിസിറ്റ് എന്തായാലും നമ്മൾ നടത്തിയിരിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും. വെറുതെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്കൊക്കെ പൈസ ചിലവാക്കണം, നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ടൂറുകളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണം, ഫാമിലിയായിട്ടൊക്കെ പോകണം, അടിച്ചു പൊളിക്കണം. അതിലേ വലുതായിട്ട് വേറെ ഒന്നുമില്ല പിന്നെ ഈ ലോകത്ത്. അങ്ങനെ ഞങ്ങൾ ആ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രകൃതി ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പലതരം കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ മിസ്റ്റൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങൾ പൊന്മുടി എത്താറുന്ന നേരത്ത് ചെറുതായിട്ടൊരു ചാറ്റൽ മഴ പെയ്ത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൂടൽമഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസിനകത്ത് അത്യാവശ്യം കാണാൻ സാധിക്കും. വീഡിയോസിൽ കാണുന്നതിനും ഒരുപാട് ഉപരിയാണ് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഉള്ള നമ്മുടെ ഒരവസ്ഥ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾക്ക് ചെറിയ മിസ്റ്റൊക്കെ കിട്ടി. ഞങ്ങൾ നേരെ പൊന്മുടി ഇറങ്ങിയപ്പം ചെറുതായിട്ട് മിസ്റ്റൊക്കെ പോയി. വരും പോവും, പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും, ആ രീതിയിലാണ്. അപ്പം നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് കിട്ടിയില്ല എങ്കിലും നമുക്ക്
അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ പൊന്മുടിയിലേക്ക് എത്തി. പൊന്മുടി എത്തി നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, പല ഭാഗത്തായിട്ട് നോക്കി. അപ്പം 3 കുന്നുകളാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് ഈ കുന്നുകളിലൊക്കെ കയറുന്ന സമയത്ത്, ഈ മലകളിലൊക്കെ കയറുന്ന സമയത്ത് ഇത് പാറയാണ് ഈ ഭാഗത്ത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ തെന്നാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പോ ഇട്ട് വേണം നമ്മൾ സാവധാനം പെയ്യനെ വേണം നമ്മൾ കയറാൻ. കുട്ടികളെ ഓടാനായിട്ടൊന്നും നമ്മൾ വിടരുത്. കാരണം തെന്നിക്കഴിഞ്ഞാൽ മഴത്തുള്ളി ക്രിക്കറ്റിലെ സലീം കുമാറിൻ്റെ ബാക്ക് ബോണൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ച് മണ്ടയ്ക്കേക്ക് കയറുക. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വ്യൂ ആണ് കിട്ടുന്നത്. നമുക്ക് പലതരത്തിലായിട്ട് ഇനി വീണ്ടും 2 കുന്നുകളുണ്ട്. ഒന്ന് ഹെലിപ്പാഡിൻ്റെ ഒരു കുന്നുണ്ട്, പിന്നെ ഒരിടത്ത് ടവർ നിൽക്കുന്ന കുന്നുണ്ട്, പിന്നെ ഈ കുന്ന്. അങ്ങനെ 3 കുന്നുകളാണ് ഇവിടെ വരുന്നത്. കുന്നെന്നോ മലയെന്നോ നിങ്ങളുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. നമ്മുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. ആദ്യം ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം നിന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സൗകര്യം, ഇരിക്കാന്ന് വെച്ചാൽ താഴെ വേണം ഇരിക്കാൻ. അങ്ങനെ ഞങ്ങൾ വട്ടം കൂടിയൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ മിസ്റ്റൊക്കെ കുറേയൊക്കെ എൻജോയ് ചെയ്ത്, ഇടയ്ക്കൊക്കെ മിസ്റ്റ് വരും, പിന്നെ പോവും. പിന്നെ അങ്ങ് ദൂരോട്ട് നമുക്ക് നടക്കാൻ സാധിക്കും. നമുക്ക് ദൂരോട്ട് നടന്ന് നമുക്ക് താഴോട്ടൊക്കെ നോക്കാനൊക്കെ സാധിക്കും. അതിനൊക്കെ നമ്മൾ ഒരുപാട് നടക്കണം കേട്ടോ, നല്ല രീതിയിൽ നടക്കണം. നല്ല രീതിയിൽ നടക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ല വൈബുള്ളൊരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ വീണ്ടും പെട്ടെന്നാണ് അടുത്ത മൂടൽമഞ്ഞ് വീണ്ടും വന്നു. ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു, വീണ്ടും ഒരു മൂടൽമഞ്ഞ് വന്നു. ആ മൂടൽമഞ്ഞിനിടയിലേക്ക് ഞങ്ങളും പെയ്യനെ കയറിപ്പോയി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ തണുപ്പ്, ഒരു കുളിർമ, തണുപ്പെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കുള്ള കുളിർമയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ കേരളത്തിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേരാണ് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ അടുത്ത ലക്ഷ്യം ആ ടവറിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടവറിലേക്ക് കയറാൻ ചില്ലറയല്ല, അത്യാവശ്യം നല്ലോണം നമ്മൾ നടക്കണം. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, പെയ്യാൻ എൻ്റെ നടത്തം അങ്ങോട്ട് തുടങ്ങി. നമ്മളിത് നോക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ എത്ര വണ്ടികൾ വന്നാലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകം പൈസ അവർ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ടവർ ലക്ഷ്യമാക്കി ഞങ്ങൾ പെയ്യനെ നടന്നു തുടങ്ങി. അങ്ങ് ദൂരെ പോകണം കേട്ടോ ടവറിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ ടവറിലേക്ക് നടക്കുന്നത്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ് പൊന്മുടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു 1 ഡേ ട്രിപ്പിന് മാത്രമേ ഇതുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ KTDCയുടെ ഒക്കെ റിസോർട്ടുണ്ട്, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മുടെ പൈസ ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രാത്രി സ്റ്റേ കിട്ടും. കാരണം നമുക്കൊരു 6 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ആരും കടത്തി വിടത്തില്ല. നമ്മൾ പരമാവധി 5 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ പൊന്മുടി എത്തിയാലേ നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മളെ മണ്ടക്കോട്ട് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ ഞാൻ ആ പാറ ലക്ഷ്യമാക്കി നടക്കുകയാണ്. പാറ ലക്ഷ്യമാക്കി നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ പരിപാടിയല്ല. നല്ലോണം തെന്നും കേട്ടോ, നല്ലോണം തെന്നും. അതുപോലൊക്കെ കാലൊക്കെ നമ്മൾ നല്ലോണം പൊക്കിയൊക്കെ വെക്കണം. ഇച്ചിരി ആയാസകരമായ പ്രവൃത്തി തന്നെയാണ്. അപ്പം നമ്മൾ എന്തായാലും ഒരു വ്ളോഗറല്ലേ, അപ്പോൾ എന്തായാലും നമ്മൾ ടവറിൽ കയറി ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തില്ലെങ്കിലും എന്ന് വെച്ച് ഞാൻ കഷ്ടപ്പെട്ട് നടന്ന് നേരെ ടവറിൻ്റെ അടുത്തേക്ക് പോയി. അതൊരു ചില്ലറ പരിപാടി അല്ലായിരുന്നു. പലരും നടന്ന് കുഴഞ്ഞ് അവിടെയൊക്കെ വന്നിരുന്നു. പക്ഷേ ടവറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ടവർ പൊളിഞ്ഞ് വീഴാറായി. അതുകൊണ്ട് തന്നെ കുറേ ചുള്ളിയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളങ്ങോട്ടുള്ള, അതായത് ടവറിനകത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തേഞ്ഞ്. എന്നാലും വേണ്ടിയില്ല, അതിൻ്റെ മണ്ടയ്ക്ക് എന്നിട്ട് നമ്മൾ താപ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. നല്ല നമ്മളൊരു 360 വ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കിടിലനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഫോട്ടോഷൂട്ട്, ഈ കല്യാണത്തിലൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. പക്ഷെ അതിനൊക്കെ അനുമതി കിട്ടും. ഇതായിരുന്നു എന്നെ ചതിച്ച ആ ടവർ. ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നടന്നില്ല, ഒത്തില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല, അത്ര തന്നെ. അങ്ങനെ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അതിനിടയ്ക്കൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അത്യാവശ്യം വായി നോക്കി. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ അടുത്ത മലയിലേക്ക്, അടുത്ത കുന്നിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലായിടവും കയറി അവസാനം എൻജോയ് ചെയ്തു. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് ഞങ്ങൾ ഫണ്ടേ ആക്കി. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷമായി. ആ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് മെമ്മറീസ് നൽകിക്കൊണ്ടുള്ള ആ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾക്ക് തീർന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അസ്.